എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുക്കറിലുണ്ടാക്കുന്ന ഒരു ലെമൺ അച്ചാർ ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ലെമൺ ഒരു 3 ദിവസം ഭരണിയിൽ ഒരു ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ടായി കേട്ടോ. ഒട്ടും വെള്ളം ഇല്ലാണ്ട് നല്ലോണം കഴുകി തുടച്ച് അങ്ങനെ ഒരു 4 പീസാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഞാൻ. അത് പിന്നെ ഒരു 5-8 നമ്മുടെ ഈത്തപ്പഴവും ഒരു 1-2 പിന്നെ നമ്മുടെ അച്ചി ശർക്കരയില്ലേ, അതാണെങ്കിൽ 1-1.5 ശർക്കരയും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ അടിക്കുന്നവരെയാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. ഇതിപ്പം നിങ്ങൾ ഉപ്പിലിട്ട് വെക്കാണ്ടാണെങ്കിൽ ഒരു 5-6 വിസിലൊക്കെ അടിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പം ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരുവിധം. അപ്പം നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് നമ്മുടെ എള്ളെണ്ണയില്ലേ, അതാണ് പച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതെടുത്ത് കടുക് പൊട്ടിക്കുക, കുറച്ച് മുളകും കറിവേപ്പിലയും ഇടുക. ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, 2 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കുക കേട്ടോ. നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി കേട്ടോ. അതിനുശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല എന്താ വെച്ചാൽ കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് ഈ നമ്മുടെ കടുകില്ലേ അതൊന്ന് ചതച്ചിടുക. പിന്നെ കുറച്ച് ഒരു 2-3 സ്പൂണ് മുളക് പൊടി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് നല്ലതാണ് കേട്ടോ. കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി. കാരണം കാശ്മീരി മുളകും നല്ല എരിവുള്ള മുളകും മിക്സ് ആകുമ്പോൾ നല്ല കളറായിരിക്കും കേട്ടോ. അതാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് പൊടിച്ചെടുക്കാറ് കേട്ടോ. അപ്പം നമുക്കതൊന്ന് ഇതാകുമ്പോൾ നല്ലോണം നോക്കണം, ഇത് പുക കയറാൻ പാടില്ല കേട്ടോ. നല്ലോണം സിമ്മിൽ തന്നെ ഉണ്ടാക്കണം. പൊടിയിട്ടാൽ പിന്നെ നല്ലോണം കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് നല്ല ഒരു കൊഴുപ്പ് പോലെ ആയി കിട്ടി കേട്ടോ. അപ്പം നമുക്ക് ഈ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ലെമണും കൂടി അതിലേക്ക് ഇടുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിനൊക്കെ ഇത് മാത്രം മതി കേട്ടോ. കുറച്ച് ചമ്മന്തിയും ഈ അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് ഇത് നല്ലോണം ഭരണിയിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒന്നും ആകത്തില്ല കേട്ടോ. കുറച്ച് ഉപ്പ് നോക്കുമ്പോൾ കുറവാണ്, അതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.